പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് നിയമക്കുരുക്കിൽപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന സ്ഥാപനത്തിന്റെ അറ്റാച്ചിന്മേലുള്ള അപ്പീലിൽ വാദം ഇന്ന് നടന്നു. കമ്പനിയുടെ വിദേശ നിർമ്മിതമായ വണ്ടികളും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും വീട്ടു ചെലവും വക്കീൽ ഫീസ്, വാഹനങ്ങളുടെ ലോൺ, മെഡിക്കൽ അലവൻസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള തുകയ്ക്ക് വേണ്ടി 3 അക്കൗണ്ടുകൾ തുറന്നു തരണമെന്നുള്ള അപേക്ഷയാണ് പ്രധാനമായും ഇന്ന് പരിഗണിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് കമ്പനി സമർപ്പിച്ചത്. എന്നാൽ ഇത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് ബഡ്സ് അതോറിറ്റിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. കാറുകളെല്ലാം തന്നെ അറ്റാച്ച്മെന്റ് ചെയ്തതാണെന്നും അത് തുറന്നു കൊടുക്കുന്നത് ഈ നിയമത്തിന്റെ അന്തസത്തയെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ കമ്പനിയുടെയും ഡയറക്ടർമാരുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും അക്കൗണ്ടുകൾ എല്ലാം തന്നെ പൊതുജനങ്ങളുടെ പണം കൊണ്ട് ഉണ്ടായതാണെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഒന്നും തന്നെ അൺഫ്രീസ് ചെയ്യാൻ സാധിക്കില്ല എന്നും ബഡ്സ് അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചു. കൂടാതെ എല്ലാ അക്കൗണ്ടുകളും ഇഡിയും അറ്റാച്ച് ചെയ്തതാണ് എന്നുള്ള കാര്യവും കോടതിയെ ബോധിപ്പിച്ചു. പ്രതാപൻ എന്ന MD ഒരു സ്ഥിരം സാമ്പത്തിക കുറ്റവാളിയാണെന്നും 2011 രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ ഇദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇന്ന് കോടതിക്ക് മുന്നാകെ വന്നു. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൽ യാതൊരുവിധ ദയയും പ്രതികൾ അർഹിക്കുന്നില്ല എന്നുകൂടി ഇന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. ഇപ്പോഴും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയാണ് എന്ന കാര്യം കോടതിയെ അറിയിച്ചു. എന്നാൽ അത് വെറും 25 ലക്ഷം രൂപയുടെ കാര്യമാണെന്നും അത് തീർപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഹൈറിച്ചിന്റെ വക്കീൽ പറഞ്ഞത്. വെറും 67 പേർക്ക് മാത്രമേ പരാതിയുള്ളൂ എന്നും 2000-ലധികം പേർ കമ്പനി തുറന്നു തരണമെന്നുള്ള അപേക്ഷ എൻ്റെ ഓഫീസിൽ ഉണ്ട് എന്നും ഹൈറിച്ചിന്റെ വക്കീൽ വാദിച്ചു. FIR ഫയൽ ചെയ്ത ഒരു സ്ത്രീയെയും ഇന്ന് കോടതി കേട്ടു എന്നുള്ളത് വളരെ FIR ഫയൽ ചെയ്ത ഒരു സ്ത്രീയുടെ വാദവും ഇന്ന് കോടതിയിൽ നടന്നു. എന്തുകൊണ്ട് ഹൈറിച്ചിന് ഇവരുടെ പണം കൊടുത്തു തീർത്ത് കേസ് അവസാനിപ്പിച്ചുകൂടാ എന്നുള്ള കാര്യമാണ് കോടതി മുഖ്യമായും ആരാഞ്ഞിരുന്നത്. ആദ്യം ഇവരുടെ പണം കൊടുക്കൂ, കേസ് അവസാനിപ്പിക്കൂ എന്നാണ് കോടതി ഹൈറിച്ചിനോട് പറഞ്ഞത്. ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കാമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് പരാതിയുള്ള FIR ഇട്ട നിക്ഷേപകർക്ക് പണം കൊടുക്കാതെ ഒരു ഇഞ്ച് കമ്പനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വാദത്തോടുകൂടി
വ്യക്തമാകുന്നത്. എന്തായാലും കേസ് 10/7/2025 മാറ്റിയിട്ടുണ്ട്. അന്ന് വിശദമായ വാദം ഉണ്ടാവും. ഇത് ബഡ്സിൽ പെടില്ല എന്ന് തന്നെയാണ് ഹൈറിച്ചിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞിരുന്നത്. എന്നാൽ ബഡ്സിൽ പെടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ബഡ്സ് നിയമപ്രകാരം ആനുകൂല്യം ചോദിക്കുന്നത് എന്നാണ് മറ്റുള്ളവർ തിരിച്ചു ചോദിക്കുന്നത്. ഇത് ബഡ്സിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എന്തായാലും കേസ് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. 10-ാം തീയതി എത്രയാണ് ടോട്ടൽ നിക്ഷേപകർ, അവർക്ക് എത്ര പണം ആവശ്യമായി വരും എന്നീ കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും പണം പോയ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പരാതിയില്ലാത്തവർക്ക്